കാസർഗോഡ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഗമം നടന്നു. എന്നെ നെല്ലിക്കുന്ന് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ നടത്തുന്ന പദ്ധതികൾക്ക് സംസ്ഥാന മിഷൻ നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പുറമെ വലിയ പ്രോത്സാഹനം നടത്തുന്ന കലവറയാണ് ബാങ്കുകളെന്ന് എംഎൽഎ പറഞ്ഞു. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. ജില്ലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയുടെ സേവനം എത്രയോ വലുതാണെന്നും 1998 കുടുംബശ്രീ രൂപീകൃതമായത് മുതൽ കാസർഗോഡ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിൽ നിർണായക സ്ഥാനമാണ് ജില്ലയിലെ ബാങ്കുകൾക്കുള്ളതെന്നും എന്നെ നെല്ലിക്കുന്ന് എംഎൽഎ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യത്തെ തന്നെ അഭിമാനകരമായ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അത് കേരളത്തിന് ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ലോകത്ത് ഇതിന് സമാനമായ മറ്റൊരു പ്രദേശം ഇത്രമാത്രം ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മേഖല നമുക്ക് കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം. ആ ചരിത്രത്തെ വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് തലങ്ങളിലേക്ക് ഉയർത്തുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് കുടുംബശ്രീ എന്ന നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ ബാങ്കിങ് മേഖലയുമായി വലിയ നിലയിലേക്കുള്ള ബന്ധം കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഒരു ചെറിയ ബാങ്കുകളായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. ചെറിയ ബാങ്ക് എന്ന് പറഞ്ഞുകൂടാ, ചില സ്ഥലത്ത് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയാണ് വലിയ ബാങ്കുകളായി മാറുന്നത്. അപ്പോൾ ആ നിലയിൽ ബാങ്കിങ് രംഗത്തെ ബിസിനസ് കൃത്യമായി കുടുംബശ്രീ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അംഗങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടു പോകുന്നു. അതിൽ നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് ഏത് നിലയിലാണ് അതിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളത്. ഇന്ന് വലിയ ചുമതലകൾ നമ്മുടെ ബാങ്കിങ് സെക്ടർ, സഹകരണ മേഖലയായാലും അതുപോലെ സഹകരണേതര ബാങ്കിങ് മേഖലയായാലും കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് ശരിയായ ദിശ പകരുകയും ശരിയായ നിലയിലേക്ക് നമുക്ക് അത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശം ഇത്തരം പരിപാടികളുടെ ഭാഗമായിക്കൊണ്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണ മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പഴയ കാലത്തൊക്കെ എന്താ വെച്ചാൽ ഈ വട്ടിപ്പലിശക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതൊരു അവരുടെ വരുമാന മാർഗമായി. ആ വരുമാനം ഇന്നൊക്കെ ഇന്ത്യയിലെ മറ്റു ചില പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ നിലയിലേക്ക് ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ളൊരു തൊഴിൽ ചെയ്യാൻ അതാത് ദിവസം ചില ആളുകളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് വായ്പ വാങ്ങി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുകയും അന്ന് വൈകുന്നേരം വായ്പ തിരിച്ചടയ്ക്കുകയും അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കുകയും പണവും അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത പലിശയും തിരിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ആ നിലയിൽ ജീവിക്കുന്ന വലിയ മനുഷ്യർ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെയാണ് വ്യത്യസ്തമായ നിലയിലേക്ക് കുടുംബശ്രീ അതിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പദ്ധതികൾ എന്ന വിഷയത്തിൽ ഷിബിയും സാമ്പത്തിക സാക്ഷരത എന്ന വിഷയത്തിൽ റെജി തോമസും ക്ലാസ് എടുത്തു. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ജിതിൻ KT, ആതിര, സഫ മുർഷിദ, ഷീബ എന്നിവർ അവതരണം നടത്തി. ലീഡ് ബാങ്ക് പ്രതിനിധി ഹരീഷ്, സൗദ CA, ഇക്ബാൽ CH, KM കിഷോർ കുമാർ, റെജി തോമസ്, മനു S, ആതിര KP, ദിവ്യ A, രമ്യമോൾ എന്നിവർ സംസാരിച്ചു. രേഷ്മ സ്വാഗതവും അനുശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.